അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും സമാധാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പരിശുദ്ധിയുടെയും കാരുണ്യത്തിൻ്റെയും പുണ്യമാസമായ വിശുദ്ധ റമളാൻ ആശംസകൾ. എല്ലാ വർഷവും പോലെ ഇപ്രാവശ്യവും കഴക്കൂട്ടം.net നിങ്ങളുടെ മുമ്പിലേക്ക് റമളാൻ്റെ ചില അറിവുകൾ പങ്കുവെക്കുകയാണ്. കണിയാപുരം മുസ്ലിം ജമാഅത്തിൻ്റെ ചീഫ് ഇമാം എന്ന നിലയ്ക്ക് പരിശുദ്ധ റമളാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. ഏതൊരു മുസ്ലിം സഹോദരങ്ങൾക്കും അറിയുന്ന കാര്യമാണ്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, അർബഅത്തൻ മിൻ ബനി ഇസ്രായീല അബ്ദുല്ലാഹ 80 ആമൻ ലം യഅസുഹു തുർഫത ഐനിൻ. 80 വർഷം തുടർച്ചയായി ആരാധനകളിൽ നിരതരായ ബനു ഇസ്രായേൽ സമൂഹത്തെക്കുറിച്ച് പുണ്യനബി സ്വഹാബാക്കൾക്ക് വിവരിച്ചു കൊടുക്കുകയുണ്ടായി. കൂട്ടത്തിൽ ഫദക്കറ അയ്യൂബ വ സക്കരിയ വ ഇസ്കീല ഇബ്നുൽ അജൂസ് വ യൂശ ഇബ്നു നൂൻ തുടങ്ങിയ നബിമാരുടെ ചരിത്രവും നിരന്തരം വർഷങ്ങൾ സർവശക്തനായ നാഥനു വേണ്ടി ആരാധനകളിൽ മുഴുകി, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകി, നന്മകൾ മാത്രം ചെയ്തു ജീവിച്ച പുണ്യാത്മാക്കളുടെ ചരിത്രം പറയുമ്പോൾ നബിയുടെ അനുചരന്മാരായ സ്വഹാബാക്കൾ കോരിത്തെരിച്ചുപോയി. അവർ ആശിച്ചു, ഇങ്ങനെ നിരന്തരം നൂറുകണക്കിന് വർഷങ്ങൾ ഇബാദത്തിൽ നിരതരാകാൻ മുൻഗാമികൾക്ക് ഭാഗ്യം കിട്ടിയല്ലോ, ഞങ്ങൾക്കും ആ സൗഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ. അന്ന് അവർ കൊതിച്ച സന്ദർഭത്തിലായിരുന്നു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നത് എന്നാണ് ചരിത്രം. ഫാതാഹു ജിബ്രീലു ഫഖാല യാ മുഹമ്മദ് അജബത്തുൽ ഉമ്മത്തുക മിൻ ഇബാദത്തി ഹൗലാ ഇന്നഫർ 80 സനതൻ ലം യഅസൂഹു തുർഫത ഐൻ. കണ്ണ് ചിമ്മുന്ന നിമിഷം പോലും പാഴാക്കാതെ മുൻകഴിഞ്ഞുപോയ ആ പുണ്യാത്മാക്കൾ ചെയ്ത ഇബാദത്ത് കേട്ട് അങ്ങയുടെ അനുയായികൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്, അവർ അതിശയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ സമുദായത്തിന് അള്ളാഹു തന്ന ഒരു അനുഗ്രഹവുമായിട്ടാണ് ഞാൻ ഇതാ നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് എന്ന് പറഞ്ഞ് പരിശുദ്ധ സൂറത്ത് ഖദർ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, 1000 മാസം ഒരു മനുഷ്യൻ ഒരു നിമിഷം പോലും നഷ്ടപ്പെടാതെ ഇബാദത്ത് ചെയ്ത പ്രതിഫലം. അതുകൊണ്ടാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ റിവായത്തിൽ കാണാം, ആദത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റൽ അവാഖിറ തവൽ ഫിറാശ വസ്ജദ്ദൽ മിഅ്സറ വദഅബ വഅദഅബ അഹ്ലഹു. പുണ്യ റമളാന്റെ അവസാനത്തെ 10 കഴിഞ്ഞാൽ തിരുനബി ഒന്നുകൂടി ശക്തമായി തയ്യാറാകും, ഒന്നുകൂടി ഒരുങ്ങും. നബി തങ്ങൾ തൻ്റെ കുടുംബക്കാരെ, തൻ്റെ വീട്ടുകാരെ വിളിച്ചുണർത്തും. കാരണം എന്താണ്? അവസാനത്തെ 10 അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹമായി പാപമോചനമായി തന്ന ഈ വിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ വെച്ചിരിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി തൻ്റെ കുടുംബക്കാരെ പ്രേരിപ്പിക്കുന്നു ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കുടുംബക്കാർക്ക് വേണ്ടി മാത്രമല്ല, വർഷങ്ങൾ താണ്ടി നമ്മളെപ്പോലുള്ള ഈ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും അത് ഗുണമാണ്. അത് ഉപയോഗപ്പെടുത്തുന്നവർക്ക് തീർച്ചയായും വലിയ നേട്ടങ്ങൾ അവരുടെ ഈ ലോകത്തും നാളെ പരലോകത്തും കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, ഈ ശ്രേഷ്ഠമായ രാത്രിയെ, ലൈലത്തുൽ ഖദറിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അവസാനത്തെ 10 നമ്മൾ ഇഅ്തികാഫിലായി, വിശുദ്ധ ഖുർആന്റെ പാരായണത്തിലായി, പരിശുദ്ധമായ ദിക്ർ ദുആകളിലായി നാം ഉപയോഗപ്പെടുത്തണം. ദാനധർമ്മങ്ങൾ ചെയ്ത് ആ രാത്രിയെ ഹയാത്താക്കണം. അവസാനത്തെ ഒറ്റ രാത്രികൾ നിങ്ങൾ ലൈലത്തുൽ ഖദറിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രതീക്ഷിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി ഈ
പുണ്യ റമളാനിൽ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകട്ടെ. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നമുക്ക് വേണ്ടത്. എല്ലാവർക്കും ഒന്നുകൂടി പുണ്യ റമളാൻ്റെ എല്ലാവിധ ആശംസകളും നേർന്ന് പരിശുദ്ധ ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ, നമ്മുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തട്ടെ, വരും തലമുറകളെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിച്ച് ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പരിശുദ്ധ റമളാൻ്റെ പുണ്യ ആശംസകൾ നേർന്ന് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.